എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെന്താണെന്നറിയോ? പലരും ഇതിനെ മണ്ണായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതാണ് രാജ്ഫോസ്. രാജ്ഫോസ് എന്ന് പറയുന്ന ജൈവവളം തന്നെ പറയാം. കാരണം രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ ഫോസ്ഫറസ് വളത്തിന് രാജ്ഫോസ് എന്നുള്ള പേര് കിട്ടിയത്. മണ്ണ് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇത് വളമായിട്ടും അംഗീകരിക്കുന്നില്ല, വളമായിട്ടിടാൻ തയ്യാറാവുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ മണ്ണിലുള്ള മൂലകങ്ങൾ അതേപോലെ തന്നെ വെള്ളവും ശരിയായ അളവിലും അനുപാതത്തിലും ശരിയായ സമയത്തും ചെടികൾക്ക് നൽകാനുള്ള കഴിവാണ് മണ്ണിൻ്റെ വളക്കൂറ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെടികൾ നട്ട് കഴിയുമ്പോഴത്തേക്കും മണ്ണിൻ്റെ വളക്കൂറ് കുറയും. അപ്പോൾ ആ വളക്കൂറ് നമ്മൾ അവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തേ മതിയാവും. അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും വിളകൾക്ക് ലഭ്യമാവുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ വളപ്രയോഗ രീതിയിൽ പാലിക്കേണ്ട ഒരു മിതത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോസ്ഫറസ് വളങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചെടികളുടെ ഊർജ്ജദാതാവാണ് ഫോസ്ഫറസ്. അതായത് ഊർജ്ജവിനിമയ കറൻസി എന്ന് പറയുന്നത് അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഫോസ്ഫറസ്. അതേപോലെ തന്നെ ജനിതക സംയുക്തങ്ങൾ, വിവിധ തരം പഞ്ചസാര സംയുക്തങ്ങൾ, ഫോസ്ഫേറ്റ്, മാംസ്യങ്ങൾ എല്ലാത്തിലും ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നൈട്രജൻ കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫോസ്ഫറസ്. അപ്പം ഫോസ്ഫറസ് ഉണ്ടാകുമ്പോഴത്തേക്കും ചെടികളുടെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റും. ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂടുമ്പോഴത്തേക്കും ചെടികളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ റേറ്റ് കൂടും. അങ്ങനെ വരുമ്പോൾ ചെടികൾ കരുത്തോടെ വളരും. അതാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക്. ഫോസ്ഫറസ് കുറഞ്ഞാൽ എന്താ പറ്റുമെന്നറിയോ? വേരുകളുടെ വളർച്ച ബാക്കടിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ എപ്പിക്കൽ ബഡ് വളർച്ച മുകുളങ്ങളുടെ വളർച്ചയും മുരടിക്കും. ഈ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ നമുക്ക് വേറൊരു തരത്തിൽ മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രായം കൂടിയ ഇലയുണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള ഇലകളിൽ ഒരുമാതിരി വയലറ്റിൻ്റെ ഒരു ടിൻറ്റ് വരും. അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ക്യാബേജും കോളിഫ്ലവറൊക്കെ നട്ടിട്ടാകുമ്പോഴത്തേക്കും ആ ഇലകളിലാണ് ടിപ്പിക്കലായിട്ട് ആ ലൈറ്റ് വയലറ്റ് നിറത്തിലുള്ള ഒരു ഡിസ്കളറേഷൻ ഉണ്ടായിട്ട് നമ്മൾ ശരിക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവുക ആ ഇലകളിലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേരുകളുടെ വളർച്ചക്കാണ് ഇത് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് വളങ്ങൾ അടിവളമായിട്ട് തന്നെ കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ജൈവവളമൊക്കെ ഇട്ട് മണ്ണ് ഒരുക്കുന്ന സമയത്ത്, അതായത് ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, ഇതൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് അതോടൊപ്പം ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് രാജ്ഫോസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മണ്ണിൽ അസിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് ലഭ്യമാണ്. അതായത് നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അയേണിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒക്കെ ഒരു സംയുക്തമായിട്ടാണ് കാണുക. അപ്പോൾ നമ്മളെ ചെടിക്ക് ഇത് വലിച്ചെടുക്കുന്ന രൂപത്തിൽ കിട്ടില്ല എന്നുള്ളതാണ് അതിലുള്ളൊരു സത്യം. ഇപ്പം നമ്മളുടെ മണ്ണിൽ ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും അത് വലിച്ചെടുക്കേണ്ട രൂപത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അതായത് നമുക്കിപ്പം രാജ്ഫോസ് ചേർക്കാം, മസൂറി ഫോസ്, എല്ലുപൊടി, സൂപ്പർ ഫോസ്ഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, ഇതൊക്കെ തന്നെ ഫോസ്ഫറസ് നൽകുന്ന രാസവളങ്ങളാണ്. രാജ്ഫോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഫോസും എല്ലുപൊടിയും നമ്മൾ ജൈവവളങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമെങ്കിലും എല്ലുപൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളുടെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. പക്ഷേ ഇന്നിപ്പം നമ്മളുടെ കടകളിൽ നിന്ന് കിട്ടുന്ന എല്ലുപൊടിക്കകത്ത് ക്വാളിറ്റി കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ പരിശോധന നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് ഉണ്ട് എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് രാജ്ഫോസ് ചേർക്കുക എന്നുള്ളതാണ്. ദീർഘകാല വിളകളായിട്ടുള്ള തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, റബ്ബർ തുടങ്ങിയിട്ടുള്ള വിളകൾക്ക് രാജ്ഫോസ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചക്കറി പോലുള്ള ഹ്രസ്വകാല വിളകളെ സംബന്ധിച്ചിടത്തോളം അടിവളമായി തന്നെ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കണം. ഇതിൽ വാഴ നടുന്ന സമയത്ത് വാഴ നട്ട് ഒരു മാസത്തിനകം 350 ഗ്രാം രാജ്ഫോസ് ചേർക്കാം. വീണ്ടും ഒരു മാസം കഴിഞ്ഞതിന് ശേഷം 250 ഗ്രാം കൂടി രാജ്ഫോസ് ചേർക്കണം. അങ്ങനെ ടോട്ടൽ വേണ്ടുന്നത് 600 ഗ്രാമാണ്. അത് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ കൊടുത്ത് തീർക്കേണ്ടതുണ്ട്. അതേസമയം ഒരു ഗ്രോ ബാഗിൽ പച്ചക്കറി നടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് ഒരു ഗ്രോ ബാഗിനകത്ത് 100 ഗ്രാം വരെ രാജ്ഫോസ് ചേർക്കാം. ഏറ്റവും കുറഞ്ഞത് 50 ഗ്രാം രാജ്ഫോസ് ചേർക്കണം. 100 ഗ്രാം വരെ രാജ്ഫോസ് തുടക്കത്തിൽ മണ്ണുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം തടം തുറക്കുന്ന സമയത്ത് 2 കിലോഗ്രാമെങ്കിലും രാജ്ഫോസ് ചേർക്കാം. കവുങ്ങിനാണെങ്കിൽ 350 ഗ്രാം വരെ രാജ്ഫോസ് ചേർക്കാം. പിന്നെ ഇവന് മറ്റ് വളങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ യൂറിയോടൊപ്പമോ പൊട്ടാഷിനോടൊപ്പമോ ഒക്കെ ഒത്തുപോകുന്ന ഒരാളാണ് രാജ്ഫോസ്. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത് രാജ്ഫോസ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോസ്ഫറസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഫാക്ടം ഫോസിൻ്റെ കൂട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഫാക്ടം ഫോസിനകത്തുള്ള ഫോസ്ഫറസ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നുള്ള രൂപത്തിലാണ്. അത് ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടം ഫോസ് പച്ചക്കറികൾക്ക് ഒരു 10 ഗ്രാം വരെ ഒരു 10 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരിക്കലോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. മണ്ണ് പരിശോധന നടത്തുന്ന സമയത്ത് കളറിമീറ്റർ ഉപയോഗിച്ചാണ് മണ്ണിലെ ഫോസ്ഫറസിൻ്റെ പരിശോധന നടത്തുക. അതായത് 150 ml കോണിക്കൽ ഫ്ലാസ്കിൽ 2.5 ഗ്രാം മണ്ണെടുത്തിട്ട് അതിൽ 25 ml ബ്രേ ലായനി ഒഴിച്ച് 5 മിനിറ്റ് നന്നായി കുലുക്കും. ഈ മിശ്രിതം ഒരു വാട്ട്സ്മാൻ നമ്പർ 1 ഫിൽറ്റർ പേപ്പറിലൂടെ അരിച്ചെടുത്ത് കിട്ടുന്ന ലായനിയിൽ നിന്നും 5 മില്ലി 15 മില്ലി ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റും. ഇതിൽ 3.5 മില്ലി റീജൻ്റ് എയും ഒഴിച്ച് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ലായനിയുടെ നീല നിറത്തിൻ്റെ തീവ്രത കളറിമീറ്ററിൻ്റെ ചുവപ്പ് ഫിൽറ്ററിൽ ഉപയോഗിച്ച് അളക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോഡ് നമ്പർ 022 012 ഇതൊക്കെയാണെങ്കിൽ നമ്മളുടെ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അളവ് കുറവ് എന്നുള്ളതാണ് വ്യക്തമാക്കുക. ഇനിയിപ്പം അതിൻ്റെ കോഡ് നമ്പർ 3, 4, 5, 6 ആണെങ്കിൽ മധ്യമത്തിൽ ഫോസ്ഫറസ് ഉണ്ട്. 7, 8, 9 ആണെങ്കിൽ ഫോസ്ഫറസിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട്. ഇതാണ് മണ്ണ് പരിശോധന റിസൾട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്ത് പറഞ്ഞാലും ഫോസ്ഫറസ് വളങ്ങൾ നിർബന്ധമായും കാണുമ്പോൾ നമുക്ക് മണ്ണാന്ന് തോന്നും. പക്ഷെ അതൊരു മണ്ണല്ല. നമ്മൾ മണ്ണായിട്ട് അതിനെ കരുതരുത്. അതിനകത്ത് ഫോസ്ഫറസ് എന്ന് പറയുന്ന വളം അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കും വേരുകളുടെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫോസ്ഫറസ്. അപ്പോൾ ഇനി മേലിൽ നമ്മൾ രാസവളക്കടയിൽ ചെന്നിട്ട് രാജ്ഫോസിനെ കാണുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെടികളുടെ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂട്ടാനും അതോടൊപ്പം തന്നെ ചെടികളുടെ വളർച്ച മെച്ചപ്പെടുത്താനും നല്ല ഉൽപ്പാദനം ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് രാജ്ഫോസ്. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ അടുത്തൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അത് മണ്ണല്ലേ, അതെന്തിനാണ് ചേർക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.